ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചൊരങ്ങ സാമ്പാറാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എത്ര കഴുകിയാലും സ്മെല്ല് പോവാത്ത രീതിയിലുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉഴുന്ന് പരിപ്പാണ്. അപ്പം ഒരു 3/4 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിയാണ്. ഒരു സ്പൂണ് ഫുള്ള് മല്ലി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ഇതുപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു ബ്രൗൺ കളറിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ ചെറുതായിട്ട് കളർ മാറിയപ്പം അതിന് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് ഉലുവയാണ്. ഒരു 1/4 ടീസ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത് കളറ് നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കായമാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പം കട്ടിക്കായാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ പൊടിയാണെങ്കിൽ ഇതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഇങ്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാം നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ അനക്കി കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കോരി മാറ്റി വെക്കാം. ഇത് തണിയാൻ വേണ്ടി വെക്കണം. ഇനി നമ്മൾ ചൊരങ്ങ വേവാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാത്രം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചൊരങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ സാമ്പാറിന് ആവശ്യമായ കുറച്ച് വെള്ളം നമുക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ്. 1 സ്പൂണ് ഫുള്ള് മുളക് ഇട്ട് കൊടുത്തു. അതേപോലെ കറിവേപ്പിലയും ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തു. പിന്നെ വെല്ലം ആവശ്യമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് ചൊരങ്ങക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചിരകി വെച്ച തേങ്ങ. അപ്പോൾ അതിനുള്ള മസാലക്കൂട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചിരകി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റമും ഒന്നിച്ച് ചേർത്ത് നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പുളിയാണ് ചേർക്കുന്നത്. കുറച്ച് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞളും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു. 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വെള്ളം ചേർത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തിരിക്കുന്ന ചൊരങ്ങ ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്ക് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടോയെന്നൊന്ന് ഇതുപോലെ എടുത്ത് നോക്കുക. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കറക്റ്റ് പാകത്തിലുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി ജാറിന് വെള്ളം ഇട്ടിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് തിളക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ വളരെ ടേസ്റ്റ് ആവും. ഇത് മാത്രമല്ല, ഇതിനും കുറച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം.
അതേപോലെ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. അതേപോലെ ഇങ്ങനെയുള്ള സാമ്പാർ ഉണ്ടാക്കി കഴിച്ച് നോക്കി കമൻറ്റ് പറയണം. അപ്പോൾ ഇത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിന് വറുത്തിടാം. അതിനുവേണ്ടി പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ വെച്ചു. അത് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു മുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. ഇനി കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഇങ്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഇങ്ക് പൊടി ചേർത്തിട്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സ്മെല്ല് വരും. അതേപോലെ ഈ സാമ്പാർ കൂട്ടി ചോറുണ്ടതിന് ശേഷം കൈ കഴുകിയാലും സാമ്പാറിൻ്റെ സ്മെല്ല് പോവില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.